പൊന്തിച്ചിട്ട് അപ്പൊ അയാള് ഷേക്കാവല്ലോ, ഇത് കൂടെ പോയിട്ട് കേറിയിട്ട് അയാളുടെ കൈ ഇങ്ങനെ ആക്കിയിട്ട് കഴുത്ത് പിടിച്ചിട്ട് യോധ സിനിമയിൽ പറഞ്ഞ പോലെ ദേ ക്ഷീണിച്ച് വന്നിരിക്കുന്ന നിന്റെ മോൻ എന്ന് പറഞ്ഞ പോലെ ക്ഷീണിച്ച് വരുന്ന മിത്തുക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പനീർ മട്ടർ മസാല ആയാലോ. അപ്പം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് വിസിൽ വരുത്താൻ വെച്ചു കേട്ടോ. അപ്പോഴേക്കും ദേ മിത്തുക്കുട്ടി ബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തി. ആകെ ഒരു 3-4 ക്ലാസ് ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഉശിരാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അവൾ പറയുന്ന പോലെ ഞാൻ നിന്ന് കൊടുത്തിട്ട് വേണം അടിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നവർ മുഴുവൻ ഇങ്ങനെ നീ പറയുന്ന പോലെ നിന്ന് കൊടുത്തിട്ടാണോ അടിക്കുക എന്നൊക്കെ പറഞ്ഞ് പോയി. പക്ഷേ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ പനീർ മട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സവോള, പിന്നെ കാഷ്യൂ വേണം. കുറച്ച് ഉപ്പും സവോളയും കാഷ്യൂയും കൂടിയിട്ട് നന്നായി വഴറ്റുക. അതിന് ശേഷം തക്കാളി ഇടുക. അപ്പോഴേക്കും നമുക്കൊരു 200 ഗ്രാം അല്ലെങ്കിൽ ഒരു 400 ഗ്രാം, അത് നമ്മുടെ അളവിനനുസരിച്ച് പനീർ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ അതേ മിക്സിയിലൊന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് നന്നായി പേസ്റ്റ് പോലെയാക്കുക. പിന്നെ നമുക്ക് നമ്മുടെ സ്പൈസസ് ബേ ലീവ്സും അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ബാക്കി ഏത് ഓയിലും യൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു പേസ്റ്റ് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർക്കണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം ഒരു 2 വിസിൽ വരുത്തുമ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് റെഡിയാവും. പനീർ കുക്കാവാൻ 3 മിനിറ്റ്സ് മതി. ലാസ്റ്റ് കുറച്ച് ഗരം മസാല, ഈ ഒരു മുളക് ഞാൻ ഇടാൻ മറന്നതാണ്, ഗരം മസാല. അതിന് ശേഷം ഇത് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് നിറയെ മല്ലിയിലയും ഫ്രഷ് ക്രീമും ഇടുക. വളരെ സിമ്പിളാണ്, നല്ല ഈസിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നെ പോലെ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് തന്നെ കയ്യിൽ ഫുൾ പൊള്ളിയ പാടാണ്. കാരണം ഒരു ആവശ്യമില്ലാതെ അവിടെ സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയിൽ കൂടെ പോയിട്ട് ക്ലീൻ ചെയ്ത് ഫുൾ കയ്യിൽ പൊള്ളിയ പാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡിയായി കണ്ടോ, ഒത്തിരി ഗ്രേവിയായി, അതായത് ഇരിക്കും തോറും അത് നല്ല കുറുകിയിരിക്കും. സോ ഇന്നത്തെ ചപ്പാത്തിയും പനീർ മട്ടർ മസാലയാണ് കേട്ടോ സ്പെഷ്യൽ.